ഈ പ്രാവശ്യം ജോലി കിട്ടിയില്ലെങ്കിൽ അമ്മയ്ക്കത് വലിയ വിഷമാവും. ഞാൻ ജോലി ചെയ്ത് സമ്പാദിച്ച് നിന്റെ കല്യാണത്തിന് അമ്മ ഹെൽപ്പ് ചെയ്യുന്ന അമ്മ വിചാരിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം ജോലി കിട്ടിയില്ലെങ്കിൽ അത് വല്ലാത്ത ടെൻഷൻ ആവും ചേച്ചി. ഇന്ന് നടന്ന കാര്യങ്ങൾ അമ്മൂനോട് പറഞ്ഞാലോ? അമ്മ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. ജോലി കിട്ടിയിട്ട് എനിക്ക് പുതിയൊരു നല്ല ബ്രാൻഡഡ് ഇയർഫോൺ വാങ്ങണം. ഇതൊന്നും തീരെ കൊള്ളില്ല. എടി, ഒന്നെങ്കിൽ ഇയർഫോൺ എടുത്തിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുക. അഞ്ചു പഠിക്കുന്ന നീ കാണുന്നില്ലേ? ചേച്ചി, നിനക്ക് ശമ്പളം കിട്ടിയിട്ട് വീട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടർ വാങ്ങാം. സ്കൂളിൽ എല്ലാ ഫ്രണ്ട്സിനും ഉണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാളും നിന്റെയൊക്കെ ഡിമാൻഡ് ആണല്ലോ കൂടുതൽ. പഠിച്ചത് മതി, പാട്ട് കേട്ടത് മതി. രണ്ടുപേരും മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് വേഗം. ചേച്ചി, ബാക്കി എല്ലാ കാര്യങ്ങളും പോട്ടെ. നാളെ വരുന്ന ആലോചന നിനക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും ഒക്കെ സമാധാനമായിട്ട് കിടന്നുറങ്ങാലോ. ഇവക്കേ തന്റെ ലൈൻ ക്ലിയർ ആവുമെന്നാ വിചാരം. ആ, അത് തന്നെയാ. മിണ്ടാതെ കിടന്ന് ഉറങ്ങടി. വേണ്ട, അമ്മൂനോട് പറയണ്ട. വിക്കിക്ക് ഫോണും ചെയ്യണ്ട. എന്റെ സ്വപ്നങ്ങളെല്ലാം ഞാൻ തന്നെ ചുട്ടുകളയണം. ഈ ബന്ധം എനിക്ക് വേണ്ടെന്ന് ഞാൻ വിക്കിയോട് പറഞ്ഞ വെറുതെ അവന്റെ മനസ്സിൽ അതൊരു ഭാരമായി തീരും. എന്റെ തലയിൽ എന്താണോ എഴുതിയത് അത് തന്നെ നടക്കട്ടെ. വെറുതെ ആശിക്കുന്നതും തെറ്റാണ്. അച്ഛാ, അല്ല അമ്മ എവിടെ? മേലെ റൂമിലും കാണാനില്ല. എവിടെ പോയി? വാടാ, നീ ഇപ്പൊ ഒന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. അച്ഛാ, എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റ് ആയിരിക്കാ. അമ്മയെ കാണാൻ ഞാൻ ഓഫീസിലേക്ക് പോയില്ലെന്ന് അച്ഛൻ അറിയാലോ. അപ്പൊ നിനക്ക് കാര്യമൊന്നും അറിയില്ലേ? അവൾ ആദ്യം കാണാൻ വേണ്ടി പോയിരിക്കുക. ആദ്യയെ കാണാനോ? അമ്മ എപ്പോഴും അങ്ങോട്ട് പോയെ? ആദ്യം മോളെ ഇന്നലെ സ്വപ്നം കണ്ടത്രേ. അപ്പൊ മുതൽ അവൾക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. കല്യാണം കഴിഞ്ഞാലും മക്കളെ കണ്ടില്ലേ വിഷമ. അത് രാവിലെ എണ്ണിട്ട് പോയതാവള്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അമ്മയെ കാണാൻ ഞാൻ ഓഫീസിലേക്ക് പോയി അന്ന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിരിക്കും. ഇന്നിനിപ്പോ എന്താണാവും സംഭവിക്കാൻ പോകുന്നത്? സുമേഷ് റിപ്പോർട്ടഡ് സർ. ഡോ, തന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പേര് എന്നോട് പറയരുതെന്ന്. പോയി കാർ എടുക്കാൻ പറ. രാവിലെ തന്നെ ബോസ് നല്ല ചൂടിലാണല്ലോ. ഇന്ന് എന്തൊക്കെയാണാവോ ഉണ്ടാവുക. കാശ് കിട്ടുമല്ലോ എന്ന് കരുതി ഇങ്ങനെ ഒരിടത്താണല്ലോ വന്ന് വെട്ടത്. നടക്ക് മോനെ, പോയി കാർ എടുക്ക്. അമ്മോ, എന്താ അമ്മേ? ഇന്ന് ആരതിയെ കാണാൻ അവര് വരുന്നുണ്ട് മോളെ. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കമ്മല് വേണമായിരുന്നോ? എന്താ അമ്മ ഇത്? ഈ ഫോർമാലിറ്റീസ് ഒക്കെ വേണോ? ഇതൊക്കെ ചോദിക്കണോ? ചേച്ചിയെ കാണാൻ ഇന്ന് മൊത്തത്തിൽ സൂപ്പർ ആയിട്ടിരിക്കണം. ചേച്ചിയെ കാണാൻ വന്ന ചെറുക്കന് കാണുമ്പോഴേ ഇഷ്ടാവണം. എടുത്തോ അമ്മ, അതാ അലമാരിയിലുണ്ട്. അയ്യോ, അതൊന്നും അല്ല മോളെ. അതിനു വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുമായിരുന്നോ? വേറെ എന്താ അമ്മേ? അത് അടുത്ത വീട്ടിൽ സംഭവിച്ചില്ലേ മോളെ? അതുപോലെ നമ്മുടെ വീട്ടിലാവരുത്, അത്രേ ഉള്ളൂ. എന്താ കാര്യം വെച്ച ഒന്ന് തെളിച്ച് പറയാമ്മേനോട്. ചെറുക്കൻ കൂട്ടര് വരുമ്പോ നീയും ആരതി ഒരുമിച്ച് വന്ന് നിന്നാ അവിടെ ആയതുപോലെ ചേച്ചിയെ കാണാൻ വന്നവൻ അനിയത്തിയെ മതിയെന്ന് പറഞ്ഞാലോ? ആ വീട്ടിലെ കൊച്ചു വാതിലടച്ച് വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അതുകൊണ്ട് ഇത്രയുള്ള കാര്യം അമ്മയുടെ തലയിൽ എവിടുന്ന ഈ ആവശ്യമില്ലാത്ത ചിന്താഗതികളൊക്കെ വരുന്നത്? ഇന്ന് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, മറന്നുപോയോ അമ്മ? ചെക്കൻ ചേച്ചിയെ കാണാൻ വരുമ്പോ ഞാൻ ഈ വീട്ടിലേ ഉണ്ടാവില്ല. ഇനി ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നില്ല അമ്മേ. കാരണം എന്താണെന്ന് വെച്ചാ ചേച്ചി എന്നെക്കാളും ഭയങ്കര സുന്ദരിയാ, ബുദ്ധിമതിയാണ്. എല്ലാ ചിട്ടവട്ടങ്ങളും സമ്പ്രദായങ്ങളും രീതികളും എല്ലാം അവൾക്ക് നന്നായിട്ട് അറിയാം. അവളെ പോലെ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടാൻ അവൻ എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവും അറിയോമേ? ഈശ്വര, എനിക്കിപ്പോഴാ ഒന്ന് സമാധാനമായത്. നീ എങ്ങാനും വിഷമിക്കുമെന്നായിരുന്നു ഇത്രയും നേരം എന്റെ പേടി മുഴുവൻ മോളെ. ഇതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നു അമ്മേ? ചേച്ചിക്ക് നല്ലത് വരാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് അമ്മയ്ക്കറിയാലോ. ചെറിയ പ്രായത്തിൽ തന്നെ നിനക്ക് നല്ല വിവരമുണ്ടല്ലോ.
ഇതെല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നാണോ അതോ നിനക്ക് സ്വയം തോന്നിയതാണോ? നിന്റെ പ്രായത്തിനെ കവിഞ്ഞ ബുദ്ധിയാ മോളെ നിനക്ക്. ഹാവൂ, എനിക്കിപ്പൊ സമാധാനമായി. നല്ല സന്തോഷായിട്ടിരിക്കേണ്ട സമയത്ത് വേറൊന്നും തലയിൽ നിറച്ച് ടെൻഷൻ അടിക്കണ്ട അമ്മേ. എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ അമ്മ. ഇവിടെ നോക്കച്ചാ, എല്ലാവരും ഞങ്ങളുടെ ഡാൻസ് കണ്ടിട്ടേ ഒരേ കയ്യടിയായിരുന്നു. നോക്ക്. കല്യാണത്തിന് ഇത് തന്നെയാണോ ചെയ്തത്? ആ ഈ സ്റ്റെപ്പ് എല്ലാം നീ എവിടെ പഠിച്ചത്? അതിഥി അച്ഛന് ആഹാരം കഴിക്കട്ടെ എന്ന്. പോട്ടെ വീട് മോളെ, ആഹാരം കഴിക്കുമ്പോഴും കണ്ണു ഫ്രീ അല്ലേ, നീ കാണിക്കുമോളെ. ഇവിടെ നോക്കിയ അച്ഛാ ഇത്. അച്ഛാ, അവളുടെ കൂടെ കൂടി അച്ഛനും ഇങ്ങനെ ആയല്ലോ. ദേ അച്ഛാ, ഈ ഇഡ്ഡലി അങ്ങ് കഴിച്ചേ. ഇഡ്ഡലി നന്നായിട്ടുണ്ട് മോളെ. ഇത് നോക്ക്. ഈ സ്റ്റെപ്പ് ഒക്കെ നീ എവിടെ പഠിച്ചു? ഞാൻ തനിയെ പഠിച്ചതാ അച്ഛാ. ഉം. കൊള്ളാല്ലേ? മോളെ അമ്മു, ഇനി ഒരുങ്ങി കഴിഞ്ഞില്ലേ നീയെ? ഇന്റർവ്യൂവിന് ലേറ്റ് ആവില്ലേ? നീയും നിന്റെ ഒരു പൊട്ട വണ്ടി. അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ റാണിയെ കുറ്റം പറയരുതെന്ന്. അവളെങ്ങാനും കേട്ടാ ദേഷ്യം വന്ന് വഴിയിലെങ്ങാനും നിന്ന് പോയി ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഇവളുടെ റാണിയും ജോഡി നമ്പർ 1. എല്ലാവർക്കും അവരുടെ വണ്ടി റാണി തന്നെയാ. വിഘ്നങ്ങളെല്ലാം മാറ്റി തരണേ. ഈ ജോലി എനിക്ക് തന്നെ കിട്ടണേ ദൈവമേ. ഏയ് അമ്മു മോളെ, ടിഫിൻ കഴിച്ചിട്ട് പോ. ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് ലേറ്റ് ആയി അച്ഛാ. ഇന്റർവ്യൂവിന് പോവല്ലേ, വലുത് കഴിച്ചിട്ട് പോ. പോകുന്ന വഴിക്ക് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. ഒരു മിനിറ്റ് അവിടെ നിൽക്ക്. അച്ഛൻ നിനക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് റോട്ടി റോൾ ഉണ്ടാക്കി തരാം. അത് കഴിച്ചിട്ട് പോ. നിക്ക് മോളെ അവിടെ. ഇതൊരെണ്ണം കഴിച്ചിട്ട് വേഗം ഓടിപ്പോയിക്കോ. എന്റെ ദൈവമേ, വയറ് നിറഞ്ഞു എനിക്ക്. ബൈ ബൈ, ഗുഡ് ലക്ക്. ആരതി, എനിക്ക് മതി കേട്ടോ. ദേ അമ്മേ, ഈ ഒരു ഒറ്റ ദോശ കൂടി കഴിക്ക്. വേണ്ട മോളെ, ഇത് കഴിഞ്ഞ് ഓഫ് ചെയ്തേക്ക്. വായിക്ക രുചിയാന്നും പറഞ്ഞ് തിന്ന് ഞാനങ്ങ് വിറുത്തുപോകും. അതിനെന്താ എന്റെ അമ്മേ പ്രശ്നം? അമ്മ ഇങ്ങനെ തിന്നും കുടിച്ചും തടിച്ചുരുണ്ടിരുന്നാലാ ചന്തം. എന്ത് ചന്തം. പിന്നെ BP ഷുഗറും ഒക്കെ ഇങ്ങി വരും. അയ്യോ, നമ്മളുള്ള കാലം ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് നടന്നാ മതിയെന്നേ. സൂക്കേട് പിടിച്ചു കിടന്ന് വേറെ ആർക്കൊരു ഭാരം ആവരുത്. എന്റെ അമ്മ ഇത് കൂടി. അയ്യോ മതി. ഞാൻ നോക്കിക്കോളാം. ഹലോ, ഞാൻ ആരതി കേറ്ററിംഗ് സർവീസിന്റെ MD സംസാരിക്കുന്നത്. നിങ്ങൾ ആരാ? ഞാൻ പത്മയെ സംസാരിക്കുന്നത് മോളെ. ചേച്ചി, പ്രമേ, നിന്റെ വായിൽ നിന്ന് ചേച്ചി എന്ന വിളി കേട്ടിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന് തോന്നുക. അങ്ങനെയൊന്നും പറയില്ലേ ചേച്ചി. മകനെയും മരുമകളെയും വീട്ടിൽ കൊണ്ടുവന്ന് സ്നേഹത്തോടെ സൽക്കരിച്ചയച്ചല്ലോ നീ. അത് കഴിഞ്ഞിട്ടെങ്കിലും ഒരേ ഒരു ഫോൺ കോൾ ചെയ്യണമെന്ന് തോന്നിയില്ലേ നിനക്ക്? തോന്നാഞ്ഞിട്ടല്ലേ ചേച്ചി, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു ഇവിടെ. ആ തിരക്കി ഫോൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാ ഞാൻ എല്ലാവരെയും പറഞ്ഞയച്ച് ആഹാരം കഴിച്ചത്. ചേച്ചിയെ വിളിക്കണമെന്ന് കരുതിയപ്പോഴേ ചേച്ചിയുടെ കോള് വന്നു. ആഹാരം കഴിച്ചോ? കഴിച്ചു മോളെ. അല്ല, ആരതിയെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ? നീ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ ചേച്ചി, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഒരു സത്യം പറയട്ടെ, ഞാൻ പോലും ഈ കാര്യം അറിഞ്ഞ് ഇന്നലെയാ. കാര്യങ്ങളൊക്കെ ശരിയായാലേ ചേച്ചിയോട് പറയാതിരിക്കൂ. ഇപ്പോഴും ഒന്നും ശരിയാവാതിരുന്നിട്ടില്ല പ്രമേ. എന്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെല്ലാം ഒരു ചീത്ത സ്വപ്നമാണെന്ന് കരുതി എല്ലാം മറന്നു കളയടി. ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്ക്. ചേച്ചി, നിന്നോട് ക്ഷമിക്കാൻ മാത്രം ഞാൻ ആയിട്ടില്ല. ചേച്ചിയെ വിളിച്ചില്ലെന്ന് കരുതി ഇങ്ങനെ വിഷമിക്കല്ലേ. ഇത് നിന്റെ മകളുടെ കല്യാണമാണ്. നീയും ചേട്ടനും മക്കളും എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണം. മനസ്സിലായോ? ശരി പ്രമേ, തീർച്ചയായും വരാം. ആരതിയോട് നന്നായിട്ട് ഒരുങ്ങാൻ പറയണം. ശരി ചേച്ചി, ഞാൻ പറയാം. നിന്റെ സന്തോഷത്തോടുള്ള സംസാരം കേട്ടിട്ട് മനസ്സിന് ഒരുപാട് സമാധാനായി പ്രമേ. എനിക്കും അതെ ചേച്ചി, ഇപ്പൊ സന്തോഷമായി. ഫോൺ വെക്കട്ടെ? ശരി ചേച്ചി. എന്താ റാണി ഇത്? നിന്റെ ദേഷ്യല്ലേ എന്നോട് ഇപ്പോഴാണ് തീർക്കണേ? ഇന്നല്ലേ ഇന്റർവ്യൂ ഉള്ളത്, നിനക്കത് അറിയില്ലേ? നീ ഇങ്ങനെ പയ്യെ പോയാൽ നമ്മൾ അവിടെ എത്താൻ നാളെ ആവും. പ്ലീസ്, എന്റെ മുത്തല്ലേ, എന്റെ ചക്കരയല്ലേ, കുറച്ചുകൂടി ഒന്ന് സ്പീഡ് കൂട്ടി പോ മോളെ. ഓഹോ, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ റീപ്ലേസ് ചെയ്ത് കളയുന്നോർത്തോണ്ടാണോ നിനക്ക് എന്നോട് ദേഷ്യം? നോ വേ, ഒരു ചാൻസും ഇല്ല. നീ എനിക്ക് എന്താ പറയാ, ഫസ്റ്റ് ലവ് പോലെ. എനിക്ക് ലൈഫ് ലോങ് നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ.
പ്രശ്നമാണ്, വഴക്ക് പറഞ്ഞാലും പ്രശ്നമാണ്. ഇങ്ങനെയായാലും എങ്ങനെയാ? എല്ലാം തമാശയാണോ നിനക്ക്? അവസാനം നീ എന്നെ ചതിച്ചൂല്ലേ? പോട്ടെ വീട്. എങ്ങനെയെങ്കിലും ഒന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വൈകിട്ട് വന്ന് നിന്നെ ഞാൻ ശരിയാക്കി എടുത്തോളാം. അതുപോരെ? നിന്നെ ആരെങ്കിലും എടുത്തോണ്ട് പോകുന്ന കരുതി ടെൻഷനൊന്നും വേണ്ടല്ലോ. നീ ഒരുമാതിരി മാസ്റ്റർ പീസ് പോലെയാ. 101 രൂപ എക്സ്ട്രാ ഇനി കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും നിന്നെ ആരും വന്ന് തൊട്ട് പോലും നോക്കില്ല. അതുപോലെ പോട്ടെ റാണി. എന്തൊരു കഷ്ട ആപശകുനം. നീയാ കാറിൽ വരുന്നേന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ചോമോനാണെങ്കിൽ വേറെയും വഴിയില്ലേ? എന്റെ കാറ് മാത്രമാണോ നിനക്ക് കിട്ടിയത്? വേറെ എവിടെയെങ്കിലും പോയി ചാവ്. ഞാൻ എന്തിനാ ചാവുന്നേ? ഇന്റർവ്യൂനാ പോകുന്നേ. എനിക്ക് നല്ലൊരു ജോലി കിട്ടി ഞാൻ നല്ല നിലയിൽ എത്തുന്നത് കാണാൻ എന്റെ ഫാൻസ് കാത്തിരിക്കുകയാണ്. എന്നിട്ട് ബുദ്ധിയില്ലാത്ത പോലെ സംസാരിക്കുന്ന കണ്ടില്ലേ? ജോബ് അത് നിനക്ക് നല്ല ജോബ്. ആദ്യത്തെ അറ്റംപ്റ്റ് വർക്കാവാത്തത് കൊണ്ട് ഇപ്പൊ നീ പുതിയ വഴി അന്വേഷിച്ച് ഇറങ്ങിയതായിരിക്കും അല്ലേ? ആ കമ്പനിയുടെ MD ആരെന്ന് പറ. ഞാനൊരു മെയിൽ അയച്ച് എല്ലാം ശരിയാക്കി തരാം. ആ ജോലി കയ്യിന്ന് പോയിന്റെ കാരണം നീയാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് എനിക്കിപ്പോ ക്ലിയർ ആയി. ധൈര്യം ഉണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരണം. അല്ലാതെ ഒരുമാതിരി പേടിത്തൊണ്ടനെ പോലെ ഇങ്ങനെ ഒളിച്ചു കളിക്കല്ല വേണ്ട. എന്താ ഒരൊറ്റ വിസിലടിച്ചാ ചുറ്റും പണിയില്ലാതെ ഇപ്പൊ നടക്കുന്നവരെല്ലാം ഓടിയെത്തും. അത് തന്നെയല്ലേ നിന്റെ സംസ്കാരം. വെറുതെ അല്ല നിന്നെ വായാടിന്ന് വിളിക്കുന്നത്. മാനേഴ്സ് ഇല്ലാതെ കാറിന് മുന്നിൽ ചാടിയതും പോരാ, ഇപ്പൊ കിടന്ന് ഡ്രാമ കളിക്കുന്ന. അയ്യോ ഇതെന്റെ കർമ്മഫല. ചിലപ്പോഴൊക്കെ കരിമുഖം കണി കണ്ടാ പോലും എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷെ നിന്റെ മുഖം കണ്ടാ നടക്കാനുള്ള കാര്യങ്ങൾ വരെ നടക്കാതെ പോകും. വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും മുന്നിൽ വന്ന് ചാടി. കർമ്മഫലം നിന്റെ അല്ല എന്റെയാ. എന്റെ കാറിന്റെ മുന്നിൽ വേണമെന്ന് വെച്ച് ചാടിയിട്ട് ഇപ്പൊ ഞാനാണ് ഇവിടെ കുറ്റക്കാരൻ. അത് തന്നെയാ ഞാനും ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ നശിച്ച കാറിന്റെ മുന്നിൽ വന്ന് ചാടണ്ടായിരുന്നു. റോഡിൽ കിടന്ന് ഡ്രാമ കളിച്ച് സീൻ ക്രിയേറ്റ് ചെയ്ത് കാശുണ്ടാക്കാന്നാണോ നിന്റെ വിചാരം? എങ്കിലാ വേല മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ നയാ പൈസ തരില്ല. ആർക്ക് വേണം നിന്റെ കാശ്? ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. ഞാനേ വേറെ വണ്ടി നോക്കട്ടെ, എടുത്ത് മാറ്റും നിന്റെ കാറ്. ഞാനെന്തിനാ കാർ എടുത്ത് മാറ്റാൻ നിൽക്കുന്നേ? അല്ല നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ മര്യാദ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നിന്നോട് വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കാൻ ഒട്ടും സമയമില്ല. നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഡ്രൈവർ, excuse me. ഈ ദ്രോഹി പോടാ. എന്തോ വലിയ കാറ് ചെയ്ത പോലെ നീ അഹങ്കരിക്കേണ്ട ഒരുപാട്. നിന്റെ കാർ എന്തായാലും വഴിയിൽ വെച്ച് നിന്ന് പോയി നോക്കിക്കോ. ഇതെന്റെ ശാപാണ്. ആഞ്ജനേയ സ്വാമി, എന്റെ പ്രാർത്ഥന നീ ഒന്ന് കേൾക്കണേ. എന്റെ കാർ എന്താ നിന്റെ പൊട്ട സ്കൂട്ടറാണെന്ന് കരുതിയോ കേടുവരാനായിട്ട്? ഇറിറ്റേറ്റിംഗ് വുമൻ. ഡ്രൈവർ, നിന്റെ കാർ ഓവർ ഹീറ്റ് ആയി അതിന്റെ എഞ്ചിൻ അങ്ങ് കരിഞ്ഞു പോട്ടെ. നിന്റെ ടയർ പൊട്ടിപ്പോട്ടെ. ഏതെങ്കിലും ഒരു പഴയ ട്രാക്ടർ എങ്ങനെ വന്ന് ഇടിക്കട്ടെ. എങ്ങോട്ടാ മോളെ? ചേട്ടാ വിഷണ്ടക്ക് പാർക്കിലേക്ക് ഒന്ന് കൊണ്ടുപോവോ? മോളെ ഏത് പാർക്കിലേക്ക് വിളിച്ചാലും ഞാൻ വരും. അതല്ല എന്റെ പണി. ഇല്ലാന്ന് മാത്രം പറയാൻ ഞങ്ങൾക്ക് അറിയില്ല. കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാ പിന്നെ വരില്ലെന്ന് പറയാറേ ഇല്ല. ഹാവ്, നിങ്ങളെ പോലുള്ളവരുള്ളത് കൊണ്ടാ നാട് നന്നാവുന്നത്. വാ പോവാ. കേറിക്കോ മോളെ.
ഇത്രയും കാലം എന്റെ സ്വപ്നത്തിൽ വന്ന് ഇപ്പൊ ഡയറക്റ്റായി മുന്നിൽ വന്ന് നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാണോടോ? നിന്റെ ഈ ഫേസിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഓ എനിക്ക് വയ്യ. എടോ ഇങ്ങനെ ചിരിക്കലടോ പ്ലീസ്. അല്ലേ തന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയല്ല. ഇങ്ങനെ ചിരിക്കലേന്ന്. ഏയ് താൻ എന്താടോ ആലോചിക്കുന്നേ? എന്നെ പറ്റിയാണോ? എന്നെ പോലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചുലർ ആയിട്ട് ഇവിടെ വേറെ ആരുമില്ല. പ്ലീസ് ഡേ എന്റെ ലൈഫിലേക്ക് നീ ഒന്ന് എൻട്രി ചെയ്ത് നോക്ക്. 1000 വാട്ട് ബൾബ് കത്തിയതുപോലെ ഇരിക്കും. ദയവ് ചെയ്ത് എനിക്കൊരു ജീവിതം താന്നേ. ഞാൻ മനസ്സിൽ പറഞ്ഞത് അവിടെ കേട്ടോ, നിന്റെ തന്നെ ഇരിക്കോളൂ. പനിമുഖി ബാലെ, മൈ ഡ്രീം ഗേൾ. ഹലോ ഹലോ വിക്രാന്ത് ആണോ? എന്താടോ ഇത്? ലാൻഡ് ലൈനിൽ കോൾ ചെയ്തിട്ട് ഇത് വിക്രാന്താണോ എന്ന് ചോദിക്കുന്നത്? എന്റെ നമ്പറാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ എന്നെ വിളിച്ചത്? ആണല്ലേ? നിങ്ങൾ ഇത്ര വേഗം എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇത് ആരതി തന്നെയല്ലേ സംസാരിക്കുന്നത്? നിങ്ങൾ എന്താ ജോക്ക് പറയാണോ? ഞാൻ സാരികയാ സംസാരിക്കുന്നേ. നിങ്ങളുടെ കയ്യിൽ എന്റെ നമ്പർ ഇല്ല? നീ എന്താ വല്ല ഫയർ എഞ്ചിനോ ആംബുലൻസ് ആണോ നിന്റെ നമ്പർ സേവ് ചെയ്ത് വെക്കാനായിട്ട്? ഹലോ കേൾക്കുന്നുണ്ടോ? ഞാൻ സാരികയാ വിളിക്കുന്നേ. കേക്കാം കേക്കാം. എന്താ വിശേഷം? എന്താ വിളിച്ചേ? വെറുതെ വിളിച്ചതാ. നിങ്ങളെ പറ്റി ആലോചിച്ചോണ്ടിരിക്കായിരുന്നു, അതുകൊണ്ടാ ഞാൻ വിളിച്ചത്. നിങ്ങൾ സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, പക്ഷേ കുറച്ച് ബിസിയാ. ബിസിയോ? കല്യാണം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് കരുതിയിരിക്കുവല്ലേ? പുതിയ ബിസിനസ് വല്ലതും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയ്, ഞാൻ എന്റെ ഡാഡിയോട് പറഞ്ഞ്. ഹലോ 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 ശാരിക കേൾക്കുന്നില്ല. ഹലോ 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 വിക്കി, എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാം. ഹലോ ഹലോ ശാരിക, നെറ്റുള്ളടത്തേക്ക് മാറിയേക്ക്. ഹലോ ഹലോ ഹലോ. ആദ്യമുള്ള നമ്പർ തലവേദന എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. ചേട്ടാ, വിഷന്റെ പാർക്കിലേക്ക് ഏകദേശം എത്ര രൂപയാകും? ഏകദേശം ഒരു 70 രൂപയോളം വരും. എന്ത് 70 രൂപയാകോ? ഞാൻ 70 എന്നല്ലേ പറഞ്ഞു, 700 അല്ലല്ലോ. എന്താ ചേട്ടാ ഇത്? എത്ര നിസ്സാരായിട്ട് 70 രൂപ എന്നൊക്കെ പറയുന്നേ? എന്റെ കയ്യിൽ ആകെ 40 രൂപ മാത്രം. ആദ്യം തന്നെ എത്ര രൂപയാവും ചോദിച്ചിട്ട് കയറണമായിരുന്നു, മനസ്സിലായോ? ഇവിടെ വരെ പോവാനൊക്കെ 70 രൂപയാകുമെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? ഓ, ഇതൊരു വലിയ തലവേദന കേസായി പോയല്ലോ. രാവിലെ തന്നെ നല്ല കസ്റ്റമറയാ കിട്ടിയത്. എന്തിനാ ചേട്ടാ നിർത്തിയത്? കാശില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാനാ? എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞു പേടിപ്പിക്കുന്നേ? എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്. ഓൾറെഡി ഇപ്പൊ തന്നെ ലേറ്റ് ആയി. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാ. അയ്യോ, നല്ല മനസ്സുണ്ടായി പോയാലേ പോക്കറ്റ് കാശില്ലാണ്ടായി പോവും. കാശില്ലെങ്കിലേ ഒന്നും നടക്കില്ല. കാശുണ്ടെങ്കിൽ പോകാന്നല്ലേ പറഞ്ഞേ? ഈ 40 രൂപയ്ക്ക് എത്ര ദൂരം പോവോ അത്രയും ദൂരം പോട്ടെ. എന്തായാലും മീറ്റർ ഉണ്ടല്ലോ, കണക്കിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓ, ഇനി അതിന്റെ കുറവേ ഉള്ളൂ. കുറച്ചു ദൂരം അങ്ങോട്ട് പോയിട്ട് ഇനി കുറച്ചു ദൂരം കൂടി, കുറച്ചു ദൂരം കൂടെ പോട്ടെ. അങ്ങനെയൊന്നും പറയാമെന്നുള്ള വിചാരം വേണ്ട. ചേട്ടാ, ഇന്ന് വരെ ഈ അമൂല്യ പറഞ്ഞ ഒരു വാക്ക് തെറ്റിച്ചിട്ടില്ല. വിശ്വാസല്ലേ ചേട്ടാ ജീവിതം? ഒന്ന് പോട്ടെ. ഓഹോ, ഒന്ന് വേഗം പോ ചേട്ടാ. ആ ശരി. എന്തു പറ്റിയടോ? ഇതൊക്കെ തനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചെക്ക് ചെയ്തൂടെ? എനിക്ക് ഓഫീസിൽ ഇന്റർവ്യൂ ഉള്ളതാ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. സാറേ എല്ലാം ചെക്ക് ചെയ്താ സാർ. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയില്ല സാർ. നാശത്തിനെ കണ്ടപ്പോ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയതാ. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് കാർ വിളിക്കുമ്പോഴേക്കും ലേറ്റ് ആവുമല്ലോ. സാറേ ടാക്സി വിളിച്ചാൽ മതിയോ? ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്, കിട്ടുമെന്ന് അറിയില്ല. എന്തിനാ വണ്ടി നിർത്തുന്നത്? ഉള്ളിൽ ഞാനുണ്ടെന്നുള്ള കാര്യം എന്താ ചേട്ടാ മറന്നുപോയോ? ആരുടെ പാസഞ്ചറുള്ള ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്ന പൊട്ടെ?
അത് നീയോ? ഛേ, ഛീ. നിന്റെ മുഖം കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോക്കാന്നുള്ള കാര്യം ഉറപ്പാ. ആഹാഹാഹാ. ആ ബജരംഗി അവസാനം എനിക്കൊരു വരം തന്നു. മറ്റുള്ളവരെ ശല്യം ചെയ്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. അതാരുടെ അഡ്രസ് മറക്കില്ല. ഏയ്, നിന്നോടൊക്കെ എന്ത് പറയാനാ? ചേട്ടാ, നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഇരട്ടി ഞാൻ തരാം. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ചേട്ടാ, ഇയാള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഒരു വലിയ കള്ളനാ ഇയാള്. ഇരിക്കുന്ന സീറ്റ് ഇവൻ മോഷ്ടിക്കും. ഓവർ ആക്ടിങ്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ. എല്ലാത്തിനും കയറി അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഹലോ, ഞാനും അത് തന്നെയാ ചെയ്യുന്നത്. ഓട്ടോ ബുക്ക് ചെയ്തത് ഞാനാണ്. ചേട്ടാ, നിങ്ങൾ ഇയാളെ വണ്ടി കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ആര് വിളിച്ചാലും ഞങ്ങൾ പോയല്ലേ പറ്റൂ മോളെ. ഇത് ഞങ്ങളുടെ ജോലിയല്ലേ. എന്തായാലും നിന്റെ ഈ കാശില്ലെന്നല്ലേ പറഞ്ഞേ. അദ്ദേഹത്തിനോട് ഷെയർ ചെയ്ത് വാ. ഇവളുടെ കൂടെയോ? ഇവന്റെ കൂടെയോ? ചേട്ടാ, ആരെങ്കിലും വിഷപ്പാമ്പിനെ എടുത്ത് മടിയിൽ വെക്കുവോ? ഇവന്റെ കൂടെ ഓട്ടോ ഷെയർ ചെയ്യുന്നതിലും നല്ലത് ഇറങ്ങി നടന്നു പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ നീ നടന്നു പോക്കോ, ഞാൻ ഓട്ടോ പോയിക്കോളാം. ആഹാ, ഇപ്പൊ വിടാ. ഓട്ടോ വിളിച്ചത് ഞാനാ. നീ വേണേ നടന്നു വാ. അത് പറ്റില്ലെങ്കിൽ നിനക്കും ഉണ്ടല്ലോ ഒരു പൊട്ട ഐരാവതം. അത് ആദ്യം ഗ്യാരേജിൽ കൊണ്ടേ കൊടുത്ത് റിപ്പയർ ചെയ്തോണ്ട് വാ. Damn it. എപ്പോ നോക്കിയാലും ഈ നാശം എന്റെ പിന്നാലുണ്ടല്ലോ. പറയാനുള്ളത് ഉറക്കെ പറയണം. എന്നാലേ എനിക്ക് കൗണ്ടർ തരാൻ പറ്റൂ. സാറേ, എനിക്ക് പോണം. സാറ് വരുന്നുണ്ടോ ഇല്ലയോ? നിങ്ങൾ എന്തിനാ അവന്റെ പെർമിഷൻ ചോദിക്കുന്നത്? കസ്റ്റമർ ഞാനാണ്. ദേ നോക്കു മോളെ, നിന്റെ കയ്യിലുള്ള ക്യാഷ് വെച്ച് നോക്കുമ്പോ ഇനി 1 കിലോമീറ്റർ പോകാൻ പറ്റും. അതുകൊണ്ടല്ലേ നിനക്ക് ഉപകാരമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞേ. സാറേ, സാറ് വരുന്നുണ്ടോ ഇല്ലയോ? ചേട്ടാ, എന്തിനാ അവന്റെ പെർമിഷൻ ചേട്ടന്? കസ്റ്റമർ ഞാനാ. എന്റെ നല്ല മനസ്സിനെ കേറിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ എന്നെ തന്നെ ചീത്ത വിളിക്കുന്നു. എല്ലാം സ്വന്തം ഇഷ്ടത്തിന് നടക്കണം എന്നുള്ള വിചാരം അവന്. പോ ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇനി ആലോചിക്കുന്നത്? ഏത് ബിസിനസ് ആണെങ്കിലും കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനാ ഇമ്പോർട്ടന്റ്. എനിക്ക് ഇന്റർവ്യൂവിന് ലേറ്റ് ആയി. വേഗം വിടി ചേട്ടാ. അയ്യോ, ഒന്ന് പോ ചേട്ടാ. Dukum dukum